മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് മണികുമാറിനെ നിയമിക്കാനുള്ള ഗവർണറുടെ തീരുമാനം അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒന്നാണ്. സർക്കാർ ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെതിരെ ഡിസന്റ് എഴുതിയതാണ്. ജസ്റ്റിസ് മണികുമാറിനെതിരെയുള്ള പരാതികൾ അക്കമിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഗവർണർക്ക് ഒരു കത്ത് നൽകിയിരുന്നതാണ്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് മുഴുവൻ ഗവൺമെന്റിന്റെ വക്കീലിനെ പോലെയാണ് പെരുമാറിയത്. സർക്കാരിനെതിരായി ഞാൻ അന്ന് കൊണ്ടുവന്ന സ്പ്ലിങ്കർ അടക്കമുള്ള എല്ലാ അഴിമതി കേസുകളിലും കയറി അടയിരുന്ന ഒരു ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹത്തെ മനുഷ്യാവകാശ കമ്മീഷനായി നിയമിക്കുന്ന നടപടി ഗവർണർ തന്നെ മാറ്റിവെച്ചതാണ്. ഇപ്പോൾ ഗവർണർക്ക് എന്താണ് ബോധോദയമുണ്ടായത്? അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കള്ളക്കളിയാണ്. ഗവർണറും മുഖ്യമന്ത്രിയും നമ്മുടെ കള്ളക്കളി ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള യഥാർത്ഥ കളിയായി ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ മണികുമാർ മനുഷ്യാവകാശ കമ്മീഷനാകുന്നതോടുകൂടി കേരളത്തിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ പരിപൂർണമായി ലംഘിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാധാരണഗതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ വരുന്ന കേസുകൾ പോലീസുമായി ബന്ധപ്പെട്ടതാണ്, ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത കാര്യങ്ങളാണ്. ആ കാര്യത്തിൽ ഏതെങ്കിലും ഒരു നീതി ഇനി മണികുമാറിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. സർക്കാരിനെതിരായി ഞാൻ അന്ന് കൊടുത്ത ഒരൊറ്റ പൊതു താൽപര്യ ഹർജി പോലും ഡിസ്പോസ് ചെയ്യാൻ തയ്യാറാകാത്ത ഇദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കുക വഴി കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി നടത്തിയ വിരുന്ന്, അത്താഴ വിരുന്ന് അസാധാരണമായ നടപടിയായിപ്പോയി. അതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ശ്രീ മണികുമാറിനെ നിയമിക്കാനുള്ള ഗവർണറുടെ തീരുമാനം രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. ബിജെപി സിപിഎമ്മും തമ്മിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഞങ്ങൾ കൊടി ഉപയോഗിച്ചില്ലായിരുന്നു. ഞങ്ങൾ ഏത് പ്രചരണ രീതി സ്വീകരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങൾ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന് കാണിക്കത്തക്ക നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പടം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ആയിരക്കണക്കിന് പ്ലക്കാർഡുകളുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പോയത്. ഇവിടെ ആരും കൊടിയൊന്നും മറച്ചു വെച്ചിട്ടില്ല. തെറ്റായ കള്ളപ്രചരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്നത്. കഴിഞ്ഞ തവണ ഇത്തരം പ്രചരണങ്ങൾ നടത്തിയ ബിജെപി ആയിരുന്നു. ഇപ്പൊ ബിജെപിയെ സഹായിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ കോൺഗ്രസിന്റെ പതാകയും ലീഗിന്റെ പതാകയും മാറ്റിവെച്ചു എന്നുള്ള കള്ളപ്രചരണം നടത്തുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊടിയെപ്പറ്റി അഭിമാനമാണുള്ളത്. യുഡിഎഫിന്റെ ഓരോ ഘടകകക്ഷികളുടെയും കൊടികളിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ പുതിയ പുതിയ പ്രചരണ രീതികൾ അവലംബിക്കുക ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് കൊടികൾ മാറ്റിവെച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ, രാഹുൽ ഗാന്ധിയുടെ മുഖമുള്ള ചിത്രമുള്ള പ്ലക്കാർഡുകൾ ഞങ്ങൾ ഇന്നലെ വയനാട്ടിൽ പ്രദർശിപ്പിച്ചത്. അതിനെ രാഷ്ട്രീയമായി നേരിടാൻ രാഹുൽ ഗാന്ധിയെ നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം തെറ്റായ കള്ളപ്രചരണങ്ങൾ ഇവർ അഴിച്ചുവിടുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു മുന്നണിയാണ്. ആ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആ മുന്നണിയുടെ മുഖമാണ് ശ്രീ രാഹുൽ ഗാന്ധി. അപ്പൊ രാഹുൽ ഗാന്ധിയെ ഇന്ന് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന സിപിഎമ്മാണ്. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എതിർക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അത് ബിജെപിയെ സന്തോഷിപ്പിക്കാനാണ്, അത് നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്താനാണ്. അപ്പൊ നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിരന്തരമായ
ആക്ഷേപങ്ങൾ ചൊരിയുകയും വിമർശനങ്ങൾ തൊടുത്തുവിടുകയും ചെയ്യുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെടും. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിയിൽ പിണറായി വിജയൻ വലിയ ആവേശമൊന്നും കാണിക്കണ്ട. ഈ കൊടി പണ്ട് അവരുടെ മുൻകാല പഴയകാല സഖാക്കൾ പിടിച്ചുള്ള കൊടി ആണ് എന്നുള്ളത് കൊണ്ടാകാം അദ്ദേഹം ഇത്രയും വലിയ ആവേശം കാണിക്കുന്നത്. EMS ഉൾപ്പെടെ പിടിച്ച കൊടിയാണ്. ആ കൊടി ഉപേക്ഷിച്ചാണ് അവർ ചെങ്കൊടിയുടെ പിന്നാലെ പോയത്. അതുകൊണ്ട് ഞങ്ങളുടെ കൊടിയെപ്പറ്റി ഞങ്ങൾ നോക്കിക്കൊള്ളാം. അദ്ദേഹത്തിന്റെ ഉപദേശവും നിർദ്ദേശവും ആ കാര്യത്തിൽ ആവശ്യമില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ CPM ഉയർത്തുന്ന തെറ്റായ കാര്യങ്ങൾ, കേരളത്തിലെ ഗവൺമെന്റ് ഭരണ തകർച്ച, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഭരണ തകർച്ച, ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഇന്ത്യയിൽ BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇതുപോലെയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ ഷൈനിങ് എന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണ കോലാഹലമാണ് നടത്തിയിരുന്നത്. വീണ്ടും വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചു. പക്ഷെ അധികാരത്തിൽ വന്നത് UPA ഗവൺമെന്റാണ്. അതുപോലെ ഈ പ്രചരണ കോലാഹലങ്ങളിലൊന്നും ജനങ്ങൾ വീഴാൻ പോകുന്നില്ല. ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. അതിന്റെ ഭയപ്പാടാണ് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉള്ളത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളെ കേരളത്തിലുള്ളൂ, അത് ശ്രീ പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ മുന്നണിയെയും ഇന്ത്യ മുന്നണി നേതാക്കളെയും എതിരായ കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്. അപ്പൊ അതൊന്നും ഞങ്ങൾക്ക് ഭയമില്ല. കേരളത്തിൽ 20-20 സീറ്റും ഇത്തവണ നേടി UDF കൂടുതൽ കരുത്ത് തെളിയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഓരോ ദിവസം കഴിയുന്തോറും UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇന്ത്യയിലും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി BJPയുമായി CPM കൈകോർത്ത് പിടിക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കണം. നരേന്ദ്രമോദിയെ അമിത്ഷായെയും വിമർശിക്കാതെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിന്റെ രാഷ്ട്രീയം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്.